ചില സമയത്ത് നമ്മളെ മനസ്സിൽ തോന്നും ഒരു യാത്ര പോയാലോ, അതേപോലെ കുറച്ച് എന്താ പറയുക, ചില സമയങ്ങളിൽ മനസ്സിലേക്ക് വരിക കുറച്ച് ഫുഡ് കഴിച്ചാലോ. മനസ്സ് വല്ലാതെ അങ്ങോട്ട് വിങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് അതൊന്ന് എന്താ പറയുക, മനസ്സിനൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ചെറിയൊരു യാത്ര പോയാൽ മനസ്സൊന്ന് തണുക്കാൻ മതി. അതേപോലെ കുറച്ച് നല്ല അധികം ഫുഡ്, വെറൈറ്റി ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ മനസ്സ് തണുക്കും. ആ ഒരു രീതിയിൽപ്പെട്ട ആളാട്ടോ ഞാൻ. എനിക്ക് ചില സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്താലും മനസ്സിനൊരു കുളിർമ തോന്നും. അതേപോലെ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തോന്നാറ്. അപ്പം ഇന്ന് മനസ്സിന് ഒരു തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പോയത് കോഴിക്കോട് ബീച്ചിലേക്കാട്ടോ. കോഴിക്കോട് ബീച്ചിൻ്റെ ഈ വെള്ളം വരുന്ന ഈ ഒരു മണലിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ മനസ്സിനൊരു സമാധാനവും ഒരു മനസ്സങ്ങോട്ട് റിലാക്സ് ആവുന്ന ഒരു രീതിയിലാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാ കുറച്ച് അങ്ങോട്ട് ഈ കാറ്റും കൊണ്ടിങ്ങനെ നടക്കുക, അതേപോലെ കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കുക. അതേപോലെ തന്നെ മക്കളെ നമ്മൾ ഇപ്പോഴേ ഇതേപോലെ മാസത്തിലൊരു തവണയോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, മക്കളെ ഇതേപോലെ ഒരു യാത്ര അതൊരു മസ്റ്റാണ് കേട്ടോ. ഒരു ഫാമിലിയിൽ എന്താ പറയുക, വലിയ യാത്ര പോവണം, ദൂരത്തേക്ക് പോവണം എന്നൊന്നുമില്ല. തൊട്ടടുത്തേക്ക് പോവുക, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു മനോഹരമായ സ്ഥലത്തേക്ക് പോവുക, മക്കളവിടെ കൊണ്ടുപോവുക, അവരെ കുറച്ച് കളിക്കാൻ വേണ്ടി കുറച്ച് സമയം വിടുക. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ മക്കൾക്കും ഒരു സന്തോഷം ഉണ്ടാവും, ഓൾക്കും ഒരു ഹാപ്പിനെസ് ആയിരിക്കും. ഈ ഫുൾ ടൈം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ചടുപ്പുണ്ടാവില്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മക്കളെയൊക്കെ ഇതേപോലെ എവിടേക്കെങ്കിലും കൊണ്ടുപോവേ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോവേ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബായ്.